എങ്ങനെ തോറ്റു എന്നത് നമ്മൾ ചോദിക്കണം അല്ലേ? അതെ, ഉറപ്പായിട്ട്. കാരണം ഈ ഫ്രാൻസിനെ ആര് പിടിക്കും എന്നുള്ളൊരു ചോദ്യം വലിയ ചോദ്യമായിട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വേൾഡ് കപ്പിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിന്റെ ഫൈനൽ വരെ ഫ്രാൻസ് കളിച്ചൊരു കളിയുണ്ട്. കഴിഞ്ഞ അതേ രീതിയിലാണ് അർജന്റീന കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആദ്യത്തെ ഒരു 70 മിനിറ്റ് എങ്ങനെയാണോ ഫ്രാൻസിനെ പിടിച്ചത്, അതേ രീതിയിൽ തന്നെയാണ് ഇന്നലെ സ്പെയിൻ ഫ്രാൻസിനെ കൃത്യമായി പൂട്ടിയിടുന്നത്. മധ്യനിരയിൽ കളി പിടിച്ചു. പിന്നെ അനായാസം വളരെ എളുപ്പത്തിൽ തന്നെ എംബാപ്പയിലേക്കും അതുപോലെ ഡെംബലയിലേക്കും പന്ത് എത്തുന്നുണ്ടായിരുന്നില്ല. ഒലീസിയെ കൃത്യമായി കൂട്ടി. റോഡ്രിയുടെ പ്രകടനം നമ്മൾ കൃത്യമായി ബ്ലോക്ക് അടച്ചു. ആ രീതിയിലുള്ളൊരു പ്രകടനം തന്നെയായിരുന്നു. നമുക്ക് ആ ഒരു കണക്കുകളിൽ നിന്ന് തുടങ്ങാം. നമുക്ക് കണക്കുകളിൽ നമുക്ക് ആ രീതിയിൽ അത് വ്യക്തമാകില്ല എങ്കിൽ പോലും ഇന്നലെ കൃത്യമായി വ്യക്തമായ ആധിപത്യം എന്തായാലും സ്പെയിൻ ഉണ്ടായിരുന്നു എന്ന് കാണാം. പക്ഷേ ഈ കണക്കുകളിൽ ആ രീതിയിലുള്ള ആധിപത്യം നമുക്കൊരു പക്ഷേ കാണാൻ കഴിയില്ല. ഷോട്ടുകളുടെ എണ്ണത്തിൽ സ്പെയിനാണ് കുറവ്. കാരണം 2 ഗോൾ അവർ അടിച്ചിട്ടുണ്ട്. പിന്നെയും അറ്റാക്കിങ്ങിലേക്ക് ആ രീതിയിൽ പോലും അവർ അറ്റാക്കിംഗ് മാറ്റി വെച്ചിരുന്നില്ല കേട്ടോ. 14 ഷോട്ട് ഫ്രാൻസിന്, 10 ഷോട്ട് സ്പെയിൻ. അതെ, അത് ലക്ഷ്യത്തിലേക്ക് 4 ഷോട്ടുകൾ ഫ്രാൻസിൻ്റെത് പോയി. ഉനായ് സിമോന്റെ ആ ഒരു പ്രകടനം, മിന്നും പ്രകടനം, നിർണായക സമയത്ത് എന്തുകൊണ്ടാണ് ആ 29-കാരനെ 1-ാം നമ്പർ ഗോൾ കീപ്പറാക്കി അവിടെ വെക്കുന്നത് എന്നുള്ള ഒരു ഉത്തരമായിരുന്നു. അഡ്വാൻസ് ചെയ്തു വരുന്നു, ഇനിയിപ്പോൾ പിടിക്കേണ്ടതാണ്, ക്യാച്ച് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ, മുന്നോട്ട് ഇറങ്ങി തട്ടിക്കളയേണ്ടതാണെങ്കിൽ അങ്ങനെ, ഹെഡ് ചെയ്ത് അകറ്റേണ്ടതാണെങ്കിൽ അങ്ങനെ, ആ രീതിയിൽ ഉനായ് സിമോൻ ഇന്നലെ കളിച്ചിട്ടുണ്ട്. അതുപോലെ പൊസഷൻ നോക്കുകയാണെങ്കിൽ 51% സ്പാനിഷ് താരങ്ങളുടെ കാലുകളിലായിരുന്നു, മറുവശത്ത് 49. പാസുകളുടെ എണ്ണത്തിലും പതിവ് പോലെ സ്പെയിൻ തന്നെ മുന്നിലെത്തുന്നു എന്നുള്ളത് അത് നമ്മൾ കൃത്യമായി അടിവരയിട്ട് പറയേണ്ടതാണ്. പതിവ് പോലെ അതിനിപ്പോൾ അർജന്റീന ഫൈനലിലെത്തി, സ്പെയിൻ അർജന്റീന ഒരു പോരാട്ടം വരികയാണെങ്കിൽ മാത്രം നമുക്ക് നോക്കാം. അതെ, 487 പാസുകൾ. ആ പാസുകളുടെ കൃത്യത നോക്കുകയാണെങ്കിൽ 87%മായി ഫ്രാൻസ് ആണ് മുന്നിൽ, 86%മാണ് മറുവശത്ത് സ്പെയിനുള്ളത്. പക്ഷേ ആ കളി കണ്ട എല്ലാവർക്കും അറിയാം, തുടക്കത്തിൽ ഫ്രാൻസ് അല്പം കളിച്ചു, പിന്നീട് സ്പെയിനിന്റെ ഒരു ആധിപത്യം, അവസാന നിമിഷം ഗോൾ അടിക്കണം എന്നുള്ള രീതിയിൽ മാത്രം ഫ്രാൻസ് കളിച്ചു. ഇതിനിടയിലുള്ള സമയത്ത് കൃത്യമായ ഒരു സമയത്ത് പോലും ഫ്രാൻസ് ഈ പ്രതിരോധം ഭേദിക്കുമെന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അത് ഒന്നാമത് ഗോൾ വീണതിന് ശേഷവും അതെ ഉണ്ടായിരുന്നില്ല. ഒരു ഇന്റന്റ് നമ്മൾ കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ആ സപ്ലൈ ചെയിനുകൾ മുറിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ പ്രതിരോധത്തിന്റെ ഷേപ്പ് അവർ കാത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ. പ്രത്യേകിച്ച് നമ്മൾ കുബാർസി എന്നുള്ള ഒരു 19 വയസ്സുകാരൻ്റെ പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടത്. നമുക്ക് ആ കണക്കുകൾ കൂടി നോക്കാം. കാരണം കുബാർസി എംബാപ്പെ പോരാട്ടം, അതിലാര് മുന്നിലെത്തും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ കണക്കുകൾ, കുബാർസിയുടെ കണക്കുകളാണ് ഈ കാണുന്നത്. എംബാപ്പയ്ക്കെതിരെ എന്ന് മാത്രമല്ല, ആ പോരാട്ടത്തിൽ വിൻ ചെയ്തത് കുബാർസിയാണ് എന്നുള്ളതാണ്. 2 ടാക്കിളുകൾ ഇന്നലത്തെ മത്സരത്തിലുണ്ടായി, 4 ക്ലിയറൻസ് കൃത്യമായും കുബാർസിയുടെ ഭാഗത്തുണ്ടായി. വെറും ഒരു കൗമാരക്കാരനാണ് എന്ന് ആലോചിക്കുക. 2 ബോൾ റിക്കവറി 2 തവണ നടത്തി, 32 പാസുകൾ കൈമാറിയതിൽ 29 കൃത്യമായിരുന്നു എന്നുള്ളതാണ്. ഇനി ഗ്രൗണ്ട് ഡ്യൂവലുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 3-ൽ 2 വിജയിച്ചിട്ടുണ്ട്. ഏരിയൽ ഡ്യൂവൽ, കാരണം ഹൈറ്റുള്ള ഒരു പ്ലെയർ കൂടിയാണ് കുബാർസി, ഏരിയൽ ഡ്യൂവൽ 100% വിജയം. അങ്ങനെ കുബാർസി എന്നുള്ളൊരു ഇപ്പോൾ ലോകോത്തര ഡിഫൻഡർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇനി കഴിഞ്ഞ വേൾഡ് കപ്പ് എംബാപ്പയെ കണ്ടതുപോലെ കൃത്യമായും ആ രീതിയിൽ തന്നെ പറയണം. കാരണം അദ്ദേഹത്തിന്റെ കണക്കുകൾ നമ്മൾ ഈ ടാക്കുകളിലാണ് കാണുക, ഗോളുകളിലും ഒന്നും നമുക്ക് കാണില്ല. അത് പ്രതിരോധത്തിൽ കളിക്കുന്ന ഒരു താരമാണല്ലോ, അതുകൊണ്ട് തന്നെ. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രകടനമായിരുന്നു. അതുപോലെ തന്നെ റോഡ്രിയുടെ പ്രകടനം പറയണം, ഓൾമയുടെ പ്രകടനം പറയണം, എല്ലാവരും മികച്ച രീതിയിൽ. അതുപോലെ തന്നെ കുക്കുറയ, ആ വിങ്ങിൽ നിന്ന് പന്തെടുത്ത് അതിവേഗം വളരെ അനായാസം കൊണ്ടുപോകുന്നത് ഇന്നലെ കുക്കുറയുടെ ഭാഗത്തു നിന്നാണ്. ശരി, ആര് തടുക്കുമെന്ന് ചോദിച്ച് ഫ്രാൻസിനെ എങ്ങനെയാണ് സ്പെയിൻ പിടിച്ചു കെട്ടിയത്, അത് നമുക്ക് ജയേഷ് പൂക്കോട്ടൂർ പറഞ്ഞു തരും. ജയേഷ്, എങ്ങനെ സാധിച്ചു എന്നതാണ് ഒന്ന് എടുത്തു പറയാനുള്ളത്. സ്പെയിൻ പരിശീലകൻ ലൂയിൽ ഡാലഫിൻഡോയുടെ ഒരു ടാക്ടിക്കൽ ബ്രില്യൻസ് തന്നെയായിരുന്നു. 2 ഗംഭീരമായ പരിശീലകരാണ്. നമുക്കറിയാം, ദിദിയർ ദശാംസും ലൂയിൽ ഡാലഫിൻഡോയും വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും ടീമുകളുടെ, പ്രത്യേകിച്ച് വിഭവത്തിന്റെ കാര്യത്തിൽ സ്പെയിൻ ആയാലും ഫ്രാൻസ് ആയാലും നിലവിലുള്ള 11 ആയാലും സബ്സ്റ്റിറ്റ്യൂഷൻ ആയാലും ഏറെക്കുറെ ഒരേ ക്വാളിറ്റിയുള്ള ടീം തന്നെയാണ്. അതിൽ സ്പെയിനൊരു അപ്പർ ഹാൻഡ് പറയാനുള്ളത് അവരുടെ മിഡ്ഫീൽഡാണ്. ഫ്രാൻസിനാണെങ്കിൽ അവരുടെ അറ്റാക്കേഴ്സ്, 5 പേരടങ്ങുന്ന അതിഗംഭീരമായ അറ്റാക്കേഴ്സ്. സ്പെയിനിലേക്ക് വരുമ്പോൾ അവരുടെ മിഡ്ഫീൽഡായിരുന്നു കരുത്ത്. ആ മിഡ്ഫീൽഡ് കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്തു. എന്താണോ ഡെലഫിൻ്റെ ആഗ്രഹിച്ചത് അതേ രീതിയിൽ തന്നെ വർക്ക് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കതിൽ തന്നെ എടുത്തു പറയാനുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത് സ്പാനിഷ് നിരയിൽ റോഡ്രിയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇന്നലത്തെ സ്റ്റാറ്റ് നോക്കുമ്പോൾ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളാണ് റോഡ്രി വഹിക്കുന്നത്. അത് വിശകലനങ്ങളിലൊന്നും അധികം വരാറില്ല. അത്ര പ്രശംസ കിട്ടുന്ന പൊസിഷനുമല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്ന് പറയുന്നത്. പക്ഷേ റോഡ്രി ഇന്നലെ നിർവഹിച്ചൊരു ധർമ്മമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ ലോകകപ്പിൽ 5 അസിസ്റ്റുമായി ഫ്രാൻസിന്റെ നിരയിൽ ഏറ്റവും ഗംഭീരമായി തിളങ്ങി. അതായത് ഒരു പരിധിവരെ ഗോൾഡൻ ബോൾ റേസിലേക്ക് മുന്നേറുമെന്ന് തോന്നിച്ച പ്ലെയറാണ് മൈക്കൽ ഒലിസയെ അക്ഷരാർത്ഥത്തിൽ മണിച്ചിത്രത്തായിട്ട് പൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റോള് തന്നെയാണ് കൃത്യമായി റോഡ്രി നിർവഹിച്ചത്. റോഡ്രി നമുക്കറിയാം, ജേഴ്സിയൊക്കെ ടക്കിൻ ചെയ്ത് ഒരു അച്ചടക്കമുള്ള കുട്ടി കണക്കാണ് വരുന്നത് ഗ്രൗണ്ടിലേക്ക്. അതേ അച്ചടക്കം അദ്ദേഹം കളത്തിൽ 90 മിനിറ്റും നിലനിർത്തി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. മൈക്കൽ ഒലിസയെ കൃത്യമായി റോഡ്രി പൂട്ടിയതോടെ, അതായത് ഒരു 4-2-3-1 ആണെങ്കിൽ പോലും
4-1-2-3 എന്നൊരു ഫോർമേഷനിലേക്കാണ് സ്പെയിൻ മത്സരം മുറുകും തോറും കളിച്ചത്. മറുവശത്ത് ദശാംസിന്റെ തന്ത്രം എന്ന് പറയുന്നത് ബോൾ കിട്ടാതായതോടെ സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ കളിക്കാനുള്ള ശ്രമമായിരുന്നു ദശാംസിന്റെ തന്ത്രം. പക്ഷേ കൗണ്ടർ കളിക്കണമെങ്കിൽ ബോൾ കിട്ടണ്ടേ, അത് സ്പെയിൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായിട്ട്, അതായത് ബാർക്കോളയെ കൃത്യമായിട്ട് വിങ്ങിൽ പെഡ്രോ പോറ പൂട്ടുകയാണ്. പെഡ്രോ പോറയും ലമീൻ യമാലും ചേർന്നുള്ള നീക്കം എടുത്തു പറയേണ്ടത് തന്നെയാണ്. വിങ്ങുകളിൽ നിന്ന് കൃത്യമായിട്ട് അവർ മുന്നേറുന്നു. ആദ്യത്തെ ഗോളിലേക്കുള്ളൊരു വഴിയും അത് തന്നെയായിരുന്നു. ലമീൻ യമാൽ കൃത്യമായിട്ട് മുന്നേറിയപ്പോൾ ലൂക്കാസ് ഡിഗ്നയ്ക്ക് പിഴയ്ക്കുന്നൊരു കാഴ്ച കണ്ടു. യമാൽ കൃത്യമായിട്ട് റൺ എടുക്കുമ്പോൾ ഡിഗ്നെ ആ ഡിഗ്നെ ബോൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഡിഗ്നയുടെ അപ്പോഴത്തെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. പക്ഷേ ഓഫ് ദ ബോളിലായിരുന്നു യമാലിനെ ചവിട്ടി വീഴ്ത്തുന്നത്. ഡിഗ്നെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു ഫൗൾ വഴങ്ങേണ്ടി വരുന്നു. അത് പെനൽറ്റിയിലേക്ക് പോകുന്നു. അത്ര സമ്മർദ്ദമായ ഘട്ടത്തിൽ പോലും ഒയർ സബാൽ കൃത്യമായിട്ട് ലോകകപ്പിലെ തന്റെ 5ാമത്തെ ഗോള് ഒയർ സബാൽ കണ്ടെത്തുകയാണ് ഒരു അനായാസ പെനൽറ്റിയോടുകൂടി. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പേരായിരുന്നു ഡാനി ഓൽമോയും ഫാബിയാൻ റൂയിസും ചേർന്നുള്ളൊരു മിഡ്. കൃത്യമായിട്ട് അവർ ആ മത്സരം കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് മിഡ്ഫീൽഡ് കൊണ്ടാണ് സ്പെയിൻ ഫ്രാൻസിന്റെ 5 അംഗ അറ്റാക്കേഴ്സിനെ, ഇരട്ടച്ചങ്കുള്ള 5 അംഗ അറ്റാക്കേഴ്സിനെ പിടിച്ചു നിർത്തിയതെന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്, ജയേഷ് പൂക്കുട്ടനാണ് മാച്ച് കൃത്യമായി നമുക്ക് പറഞ്ഞു നൽകിയത്.